ഐലൻഡ് ഫിഷറീസിൽ ഇപ്പോൾ എന്തിനാണ് ഈ സമരം? പിന്നെ മാനേജ്മെന്റ് പുതിയ ആളുകളെടുത്താൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓവർ ടൈം കിട്ടും. നിങ്ങളുടെ ഓവർ ടൈം ആണോ വലുത്, അതോ ജോലിയില്ലാത്ത 10 പേർക്ക് ജോലി കിട്ടുന്നതാണോ? അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഓവർ ടൈം കിട്ടണം. ഇതൊരു മുതലാളിത്ത മനോഭാവമാണ്. തൊഴിലാളികൾ പെറ്റിഭൂഷകളാവരുത്. പീറ്റർ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഓവർ ടൈം എല്ലായിടത്തും ഉള്ള കാര്യ. മാനേജ്മെന്റ് പുതിയ ജോലിക്കാരെ എടുക്കുന്നത് തെറ്റാണ്. അത് നമ്മുടെ യൂണിയൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ യൂണിയൻ തുടങ്ങിയത് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കാനല്ലേ? പീറ്ററെ, അതൊക്കെ പഴയ കഥ. ഇപ്പോഴത്തെ പ്രശ്നം സമരം തുടരണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷെ ഇപ്പോ തൊഴിലാളികളും ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെന്ന് വിചാരിച്ചിരുന്നവര് സേവിയർ പോലും ഒരുത്തരും മറ്റുള്ളവന്റെ കാര്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. തൻ കാര്യം മാത്രം. തൊഴിലാളിയും നേതാവും എല്ലാം വഴിതെറ്റുന്നു. ഈ ട്രേഡ് യൂണിയനെ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നിപ്പോകുന്നു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ നീ ആരാടാ? വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് കൃഷ്ണപിള്ളയും AKG യും സുഗതൻ സാറും TV തോമസും മുഴക്കിയ വിപ്ലവത്തിന്റെ ശബ്ദം ഈ നാട്ടിലെ ഫാക്ടറി തൊഴിലാളിയെയും വയലോരെ തടിമപ്പണി ചെയ്യുന്ന കർഷക തൊഴിലാളിയെയും ഒന്നുചേർത്തു. അവരെ ബന്ധിച്ചിരുന്ന അടിവശങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവരണിനിരന്നു. വർഗശത്രുക്കളെ നേരിടാൻ അരിവാളും ചുറ്റുകയും ഒന്നു ചേർന്നു. മുതലാളിയുടെ ഗുണ്ടകളും പോലീസും പട്ടാളവും ചേർന്ന് അടിച്ചമർത്തിയിട്ടും അവർ തോറ്റില്ല. ആയിരങ്ങളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കൊടികൾ ഉയർന്നു. അത് നാടാകെ പടർന്ന് അജീയമായൊരു ശക്തിയായി വളർന്നു. മഹത്തായ ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് ഇവിടത്തെ വഷളൻ രാഷ്ട്രീയക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ്. അവരുടെ ഹീനമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികളെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെയും അവരൊരു കരുവാക്കി. മുമ്പൊക്കെ ചുവപ്പെന്നും സഖാവെന്നും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇപ്പോ എല്ലാ പാർട്ടിക്കാരും ചുവപ്പായി, എല്ലാവരും സഖാക്കളുമായി. എല്ലാവരും പറയുന്ന ഒന്നാണ്, വിപ്ലവം. എല്ലാ നേതാക്കന്മാർക്കും ഒന്നേ ഉള്ളു ലക്ഷ്യം, പണം. ഇവർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം തൊഴിലാളികളെയും വഴിപിഴപ്പിച്ചു എന്നതാണ്. നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രമുള്ള തൊഴിലാളി വർഗം ഇന്നില്ല. കിട്ടിയ സ്വർഗവുമായി കുത്തക മുതലാളിത്തത്തോടൊപ്പം ലാഭം പങ്കിട്ടെടുക്കുന്ന ഇത്തിക്കണ്ണികളായിട്ട് തൊഴിലാളി ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ പീറ്ററെ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലല്ലടാ തെറ്റ്, ഇന്നത്തെ അതിന്റെ നടത്തിപ്പുകാരിലാണ് തെറ്റ്. ഇതെല്ലാം കണ്ട് മാറിയെന്ന് കുറ്റം പറയുന്ന നിങ്ങളിലാണ് തെറ്റ്. തെറ്റിനെ എതിർക്കണം, തിരിഞ്ഞെന്ന് പോരാടണം. ആദർശചാരിയായ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത് അതാണ്. മഹത്തായ 6ാമത്തെ വർഷം. ഇതുവരെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോലും വിളിച്ചിട്ടില്ല. 8ാമത്തെ വർഷക്കാലം ഞാനിവിടെ നിൽപ്പുണ്ട്. അവിടെ നിൽക്കും, ഇരിക്കാൻ പോലും പറ്റൂല. ഇന്ന് തന്നെ അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. തൊഴിലാളികളെ തൊട്ടു കളിച്ചാൽ പകരം ഞങ്ങൾ ചോദിക്കും. തൊഴിലാളികളെ തൊട്ടു കളിച്ചാൽ പകരം ഞങ്ങൾ ചോദിക്കും. വേതന വർദ്ധനവ്, വേതന വർദ്ധനവ്, വേതന വർദ്ധനവ്. അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. അവന്മാരുടെ ഒരു പണിമുടക്ക്. എന്താ നിർത്തിക്കളഞ്ഞത്? കല്ലിനിയും ഉണ്ടല്ലോ, എടുത്തെറിയൂ. എറിയും. തൊഴിലില്ലാതെ നമ്മളിവിടെ കിടന്ന് നരയിക്കുമ്പോ ഉള്ള ജോലി ചെയ്യാതെ പണിമുടക്കി നടക്കുന്ന വെണ്ടൊക്കെ നേരെ കല്ലല്ല എറിയേണ്ടത്, ബോംബാണ്. എങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവകാശങ്ങളുടെ പേരും പറഞ്ഞ് ഇവര് കാട്ടിക്കൂട്ടുന്ന നശീകരണ പ്രവൃത്തി കൊണ്ടാ ഉള്ള സ്ഥാപനങ്ങൾ ഇവിടെ വളരാത്തതും പുതിയൊരു വ്യവസായം ആരും തുടങ്ങാത്തതും. അത് കാരണമല്ലേ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്. അതേ നശീകരണ പ്രവൃത്തി തന്നെ നമ്മളും ആവർത്തിച്ചാൽ എന്താ നമ്മുടെയൊക്കെ ഭാവി? ഏയ് ഗുണ്ടുമോളെ, എന്താ ഇത് കേക്ക്. ആർക്കാ? മോക്ക്. എനിക്കോ? ആ, പിന്നെ അല്ലാതാർക്ക്?
ഓ കേക്കൊക്കെ ആയിട്ടാണല്ലോ. സാറിന് എന്താ ഇന്ന് ഇത്ര സന്തോഷം? പറയാം. ഈ വീട്ടിലെ മൂത്ത പെണ്ണിനെ കെട്ടിച്ചു വിടുക. ആലപ്പുഴ പാർട്ടി. കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വന്നപ്പോ അവര് നിന്നെ കണ്ടു. ചെറുക്കൻ കസ്റ്റംസ് ബോട്ടിലെ ഡ്രൈവറാ. നല്ല വെളുത്ത നിറം. എന്നെ പെരനിറക്കി വിടാൻ ചേട്ടൻ തൃപ്തിയായോ? മേരി, നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിനു മുമ്പേ കെട്ടിച്ചേച്ചേനെ. ഞാൻ ഇവിടുന്ന് പോയാൽ റാണിമോളെ ആരും നോക്കും? അവൾ എന്റെ മോളല്ലേ, ഞാൻ നോക്കിക്കോളാം. റാണിമോളെ നോക്കാൻ പറ്റിയ ഒരുത്തിയെ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടുക. അതിനുശേഷം എന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഞാനിനി കല്യാണം കഴിക്കില്ല. എന്നാ ഞാനും കഴിക്കില്ല. മേരി, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. വാശിയല്ല ഏട്ടാ, കുറച്ചു കാലമായി ഞാനിത് പറയണമെന്ന് കരുതിയിട്ട്. ചേട്ടന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കുടുംബം നോക്കാൻ അവള് മതി. റാണിമോളെ സ്നേഹമായി നോക്കുകയും ചെയ്യും. എനിക്കും കേൾക്കണ്ട. ആ അതാരാണ് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ മത്താച്ചേട്ടന്റെ മോളാ സാറാ. ചേട്ടന് സമ്മതമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അത് നടക്കില്ല മേരി. എന്താ, ചേട്ടന് സാറേ ഇഷ്ടമല്ലേ? ഒരു രണ്ടാം കെട്ടുകാരനെ അവൾക്ക് ഇഷ്ടാവൂ? സാറ എന്താ എത്ര താമസിച്ചത്? ഞാൻ എത്ര നേരമാണോ സാറയെ കാത്തു നിൽക്കുന്നത്? ഞാൻ താമസിച്ചില്ലല്ലോ. എനിക്ക് സാറയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ പീറ്ററിനെ പറ്റി സാറയുടെ അഭിപ്രായം എന്താ? എന്താ അങ്ങനെ ചോദിക്കാൻ? എനിക്കറിയണം, പറയൂ. എന്റെ ചേട്ടൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ സമ്മതിച്ചു. എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? സാറാ എന്റെ നാത്തനായി വരണം, അതിനാ. സാറാ, സാറയെ കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. നമസ്കാരം. എന്താ രാമു? അശോ, എനിക്കിപ്പോ ക്രിസ്ത്യാനിയാകണം. രാമുവിന് ക്രിസ്ത്യാനിയാകണം? ആ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അത് പറയൂ. മേരിയെ എനിക്കിഷ്ടമാണ്. അത് കൊള്ളാം. നിങ്ങൾ തമ്മിൽ അത്രയ്ക്കിഷ്ടമാണോ? അതെ അച്ഛോ. രാമു, മേരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം നീ ഒരു ക്രിസ്ത്യാനിയാവേണ്ട ആവശ്യമില്ല. പിന്നെങ്ങനെ? വിവാഹം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു കരാറാണ്. ജനിച്ച വീടും കുടുംബവും ഉപേക്ഷിച്ച് ഒരു പുരുഷന്റെ കൂടെ പൊറുക്കാൻ വരുന്ന സ്ത്രീയെ അവളുടെ മരണം വരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അവളെ വിവാഹം കഴിക്കുന്നവന് കടപ്പാടുണ്ട്. രാമു അതിന് തയ്യാറാണോ? പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാച്ചോ. എങ്കിൽ രാമുവിന്റെയും മേരിയുടെയും കല്യാണം ഈ പള്ളിയിൽ വെച്ച് ഞാൻ നടത്താം. അപ്പൊ എനിക്ക് മേരിയെ കല്യാണം കഴിക്കാമല്ലോ? കഴിക്കാം. വലിയ ഉപകാരാച്ചോ. ഒന്ന് നിർത്തിക്ക, ഞാനിപ്പോ വരാം. എന്താ ഇവിടെ? ഹോട്ടലിൽ നിർത്തി മുതലാളി പോയി. എന്താ അപ്പ ഇത്? എന്തുണ്ടായി? മുതലാളി ഹോട്ടലിൽ നിർത്തി പകടിയും വാങ്ങി നാട്ടിലേക്ക് പോയി. നിങ്ങളുടെ അവകാശങ്ങളെ കിട്ടിയില്ലേ? ഓ കിട്ടി. സമരക്കാലത്ത് കുടുംബ ചെലവ് നടത്തിയ കടം വീട്ടാൻ കഴിഞ്ഞില്ല.
ഇപ്പൊ കോടതി ഞങ്ങൾ ഇവിടെ ഒഴിപ്പിക്കുക പോരെ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? ഇനി നീ എങ്ങോട്ടാ പോകുന്നത്? നടു റോട്ടിലേക്ക്. ഈ പട്ടണത്തിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അന്തി ഉറങ്ങാൻ വേറെ എവിടെ സ്ഥലം കിട്ടും? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ? വഴിയാധാരമായ 10-16 കുടുംബങ്ങളെ നിനക്ക് പോറ്റാം. ഞങ്ങൾക്കുണ്ടായിരുന്ന അന്നം മുട്ടിക്കാനല്ലാതെ ഒരു ജോലി വാങ്ങിച്ചു തരാൻ നിനക്കോ നിന്റെ യൂണിയനോ കഴിയുമോ? വഴി